OPNewsന്റെ 73ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്മാർട്ട് ഫോണുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ ഫീച്ചർ ചെയ്യുന്ന ചെറിയൊരു സീരീസാണ് OPNews. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഹെഡ്ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Redmi 9 പവർ ഒഫീഷ്യലി ടീസ് ചെയ്തിരിക്കുകയാണ്. സാംസങ് ഗാലക്സി S21 സീരീസിന്റെ റിയൽ ഇമേജസ് ലീക്ക് ആയിരിക്കുകയാണ്. ജിയോണി എന്ന സ്മാർട്ട് ഫോൺ കമ്പനി അവരുടെ ഫോണുകളിൽ മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്ത് ഒഫീഷ്യലായിട്ട് എന്ന് ചൈനീസ് കോർട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ ന്യൂസിലോട്ട് എടുക്കാം. ആദ്യത്തെ ന്യൂസ് Redmi 9 പവറിനെ പറ്റിയാണ്. Redmi 9 പവർ ഒഫീഷ്യലി ഇന്ത്യയിൽ ടീസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ ടീസേഴ്സിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ് Redmi 9 പവർ എന്ന് പറഞ്ഞ ഫോൺ നമ്മുടെ ചൈനയിൽ ലോഞ്ച് ചെയ്ത Redmi Note 9 4G എന്ന് പറഞ്ഞ ഫോൺ തന്നെയാണ് എന്ന് നമുക്ക് ഈ ടീസേഴ്സിൽ കാണാൻ സാധിക്കുന്നത്. പവർ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ മോർ പവർ ടു ദ ബാറ്ററി എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം നമുക്കിതിൽ 6000 mAh തന്നെയാണ് ലഭിക്കുന്നതെന്നാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ നമ്മൾ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത് എന്നും കൺഫർമേഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ടീസേഴ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ്. Redmi Note 9 4G എന്ന് പറഞ്ഞ ഫോണാണ് നമുക്ക് ഇന്ത്യയിൽ Redmi 9 പവർ എന്ന പേരിൽ വരുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ റിഫ്രഷർ ആയാലും നമുക്ക് Redmi 9 പവറിൽ എന്തൊക്കെയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. Redmi 9 പവറിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. ഇത് ഒരു വാട്ടർ ഓഫ് നോച്ചുള്ള LCD ഡിസ്പ്ലേ ആണ്. ഈ ഫോൺ യൂസ് ചെയ്യുന്ന പ്രൊസർ എന്ന് പറഞ്ഞാൽ Snapdragon 662 എന്ന് പറഞ്ഞ പ്രൊസറാണ്. ഈ ഫോൺ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കാൻ പോകുന്നത്. 48 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സൽ മാക്രോ, ഫ്രണ്ടിൽ ഒരു 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ, 6000 mAh ബാറ്ററി, 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, ഇതൊക്കെയാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ ഫോണിൻ്റെ ലോഞ്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ക്യൂസിൻ്റെ ടൈം എത്തിയിരിക്കുകയാണ്. നമ്മുടെ റെഡ്മിയെ കുറിച്ച് തന്നാവട്ടെ ഇന്നത്തെ ക്യൂസ്. റെഡ്മി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ആദ്യത്തെ ഫോൺ ഏതാണ്? റെഡ്മി സീരീസിലുള്ള ഫോണാണ്, അല്ലാതെ മീ സീരീസിലെ ഫോണല്ല. അപ്പോൾ അത് ഏതാണ് ഫോൺ എന്ന കാര്യം താഴെ കമൻറ്റിൽ അറിയിക്കുക. സാംസങ് ഗാലക്സി S21ൻ്റെ റിയൽ ലൈഫ് ഇമേജസ് ലീക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് കണ്ട ലീക്ക് ഉണ്ടായിരുന്നല്ലോ, CD റെൻഡേഴ്സിൻ്റെ ഒരു ലീക്ക്, ഇപ്പോൾ കാണുന്ന ഒരു ലീക്ക്, ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് നമുക്ക് ഒഫീഷ്യലായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലീക്ക് കറക്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഡിസൈനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ തവണ സാംസങ് ഫോളോ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ഈ ഫോണിൻ്റെ ലോഞ്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴേക്കായിരിക്കും നമുക്ക് ഈ ഫോണിൻ്റെ ലോഞ്ച് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ജിയോണി എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ കമ്പനി നമ്മുടെ ഇന്ത്യയിലൊക്കെ ഷവോമിക്ക് മുമ്പ് ആദ്യം വന്ന ഒരു സ്മാർട്ട് ഫോൺ കമ്പനിയാണ് ജിയോണി എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ ഈ ജിയോണി അവരുടെ 20 മില്യൺ ഫോണുകളിൽ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ സിസ്റ്റം OTA വഴി മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അത് ഒഫീഷ്യലി പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ചൈനീസ് കോർട്ടിലാണ് ഇതൊക്കെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജിയോണി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ സ്മാർട്ട് ഫോണുകൾക്ക് ഒരു OTA അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മാൽവെയർ ഇൻസ്റ്റാൾഡ് ആയിരുന്നു. അതായത് കമ്പനി അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കുകയായിരുന്നു. മാൽവെയർ അല്ലെങ്കിൽ ഒരു ആഡ്വെയർ ആയിരുന്നു അത്. അതും ഫോണിലെ ഒരു ലോക്ക് സ്ക്രീനിൻ്റെ ഒരു ആപ്പിലോട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ ആ ഒരു ആഡ്വെയർ കൊണ്ട് നമുക്ക് എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ഫോണുകളിൽ യൂസേഴ്സ് അറിയാതെ തന്നെ പരസ്യങ്ങളൊക്കെ കാണിക്കുകയും പരസ്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒഫീഷ്യലി പ്രൂവ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താവും എന്ന കാര്യത്തിൽ അറിയില്ല. ജിയോണിയുടെ കാര്യത്തിൽ ഓൾറെഡി ഒരുവിധം മരിച്ച പോലെയാണ് ജിയോണി എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ കമ്പനി. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം എന്തൊക്കെയാവും എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫോൺ ന്യൂസ് കവറേജ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. OPNewsൻ്റെ പുതിയ എപ്പിസോഡുകൾ എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും വരുന്നതാണ്. OPNewsൻ്റെ അടുത്ത എപ്പിസോഡ് മിസ് ചെയ്യാതിരിക്കാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. സാംസങ് അവരുടെ ഗാലക്സി F സീരീസിലെ അടുത്ത ഫോണായ സാംസങ് ഗാലക്സി F62 എന്ന് പറഞ്ഞ ഫോണിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുണ്ട്. ഇത് വൈകാതെ തന്നെ അപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. Q1 2021 ഈ ഫോൺ ലോഞ്ച് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം ഈ ഫോണിൻ്റെ ലോഞ്ചിന് വേണ്ടിയിട്ട്. LG അവരുടെ സ്മാർട്ട് ഫോൺ ബിസിനസ്സിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ LG അവരുടെ ലോവർ എൻഡ് ടു മിഡ് റേഞ്ച് ഫോണുകളൊക്കെ ഇനി ഔട്ട്സോഴ്സ് ചെയ്യാൻ പോവുകയാണ്. LGക്ക് വേണ്ടി ബാക്കിയുള്ള കമ്പനികൾ ഉണ്ടാക്കി കൊടുക്കുകയായിരിക്കും. ജസ്റ്റ് LGയുടെ ബ്രാൻഡിങ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. LG ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് അവരുടെ ഹയർ എൻഡ് ഫോണുകളിലും എക്സ്പ്ലോറർ സീരീസിലെ ഫോണുകളുമായിരിക്കും. അതായത് LG വിങ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫ്ലിപ്പ് ഫോൺ. അപ്പോൾ അതുപോലത്തെ ഫോണുകളാണ് ഇനി LG മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്സ്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാൻ നല്ലൊരു തീരുമാനമായിരിക്കും. കാരണം നമുക്ക് LGക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയിലൂടെ. അതിനർത്ഥം നമുക്ക് LGയിൽ നിന്നും കുറച്ചുകൂടെ ബെറ്റർ വാല്യൂ ഫോർ മണി പ്രൊഡക്ട്സ് കാണാൻ സാധിക്കുന്നതായിരിക്കും എന്നാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. വിവോ ഇന്ത്യയിൽ പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, Vivo Y51. അപ്പോൾ നമുക്ക് Vivo Y51ൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Vivo Y51 നമുക്ക് ലഭിക്കുന്ന ഒരു 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. ഇതൊരു വാട്ടർ ഓഫ് നോച്ചുള്ള ഡിസ്പ്ലേ ആണ്. ഈ ഫോൺ യൂസ് ചെയ്യുന്ന പ്രൊസർ എന്ന് പറഞ്ഞാൽ Snapdragon 665 എന്ന് പറഞ്ഞ പ്രൊസറാണ്. ഒരൊറ്റ വേരിയൻ്റാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. 8GB 128GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള സിംഗിൾ വേരിയൻ്റ് ആണത്. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ, 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുണ്ട്.
ഉണ്ടായിട്ടുണ്ട്. 5000 mAh ബാറ്ററി നമുക്ക് ലഭിക്കുന്നുണ്ട്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഫോണിന്റെ ഇന്ത്യയിലെ വില 17,990 രൂപയാണ്. ജിയോയുടെ ഒരു ആൻഡ്രോയിഡ് ഫോൺ വരുന്നു എന്നത് നമ്മൾ കേട്ടിരുന്നു. ഒരു ന്യൂസൊക്കെ റൂമറും കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. ജിയോ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ട് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ വരുന്ന 2021 തന്നെ വരാൻ പോവുകയാണ്. ഒരു ബഡ്ജറ്റ് ഫോൺ തന്നെയായിരിക്കും. ബഡ്ജറ്റ് 4G ആൻഡ്രോയിഡ് ഫോൺ തന്നെയായിരിക്കും. അത് Q1 2021 വരാൻ പോകുന്നത്. ഒപ്പോയുടെ റെനോയുടെ അടുത്ത സീരീസാണ് ഓപ്പോ റെനോ 5 സീരീസ്. അപ്പോൾ അതിലെ ഏറ്റവും ചെറിയ ഫോണായ ഓപ്പോ റെനോ 5 4G എന്ന് പറഞ്ഞ ഫോൺ ലീക്കായിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഓപ്പോ റെനോ 5 4G എന്ന് പറഞ്ഞ ഫോൺ ജസ്റ്റ് റിയൽമി 7 Pro എന്ന് പറഞ്ഞ ഫോണിൻ്റെ ഒരു റീബ്രാൻഡ് പോലെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. ആകപ്പാടെയുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഓപ്പോ റെനോ 5 4G ലഭിക്കുന്നത് 65 വാട്ടിൻ്റെ സൂപ്പർ ഡാറ്റ അല്ല, പകരം നമുക്ക് 50 വാട്ടിൻ്റെ സൂപ്പർ വൂക്കാണ് ലഭിക്കുന്നത്. ആ ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്ക് പാനലും ചെറുതായിട്ട് ഡിസൈൻ ചേഞ്ച് ഉണ്ട്. പക്ഷേ ബാക്കി ആ ഒരു പാനലൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബേസിക്കലി സെയിം ഫോൺ തന്നെയാണ് ഈ രണ്ട് ഫോണും. നോക്കിയയുടെ അടുത്ത ഫോണായ നോക്കിയ 5.4 എന്ന് പറഞ്ഞ ഫോൺ ലീക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കിയ 5.4 നമുക്ക് ലഭിക്കുന്ന ഒരു 6.39 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ്. ഈ ഫോണിൽ യൂസ് ചെയ്യുന്ന പ്രൊസസർ എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 662 എന്ന് പറഞ്ഞ പ്രൊസറാണ്. ഒരൊറ്റ വേരിയൻ്റ് ആയിരിക്കും ഈ ഫോൺ അവൈലബിൾ ആയിട്ടുണ്ടാവുക. 4GB RAM 128GB സ്റ്റോറേജ് സിംഗിൾ വേരിയൻ്റ് ആണ്. ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 48 MP പ്രൈമറി ക്യാമറ, 8 MP അൾട്രാ വൈഡ്, 2 MP മാക്രോ, 2 MP ഡെപ്ത് സെൻസർ, 16 MP സെൽഫി നമുക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. 4000 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ ലഭിക്കാൻ പോകുന്നത്. ഈ ലീക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സുധാൻഷു അംബോറെ എന്ന് പറഞ്ഞ ലീക്കറാണ്. അപ്പോൾ ഈ നോക്കിയുടെ ഈ ഒരു പുതിയ ഫോൺ കാണുമ്പോഴും നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. നോക്കിയുടെ ഇതിനു മുമ്പ് ഇറങ്ങിയ ഒരു ബഡ്ജറ്റ് ഫോണുകളൊക്കെ പോലെ തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് വാല്യൂ ഫോർ മണിയൊന്നും അല്ലാത്ത ഒരു എന്താ പറയുക നോക്കിയ എന്ന പേര് കൊണ്ട് മാത്രം വിറ്റുപോകേണ്ട തരത്തിലുള്ള ഫോണുകളാണിത്. നമുക്കെന്തായാലും ഈ ഫോണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ OPNewsൻ്റെ എപ്പിസോഡ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇനിയും ഇതേപോലത്തെ ന്യൂസ് കണ്ടൻറ്റുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.